ഹലോ, ഗുഡ് മോർണിംഗ് എവരിവൺ. ഞാൻ സ്ലോമോ മനീഷ്. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന സെമിനാർ ടോപ്പിക്സ് കൺസെപ്റ്റ് ഓഫ് എക്സ്റ്റിങ്ഷൻ ആൻഡ് കൺസെപ്റ്റ് ഓഫ് ത്രെട്ടേൺഡ് സ്പീഷീസ് ആണ്. ഫസ്റ്റ്, കൺസെപ്റ്റ് ഓഫ് എക്സ്റ്റിങ്ഷൻ. അത് തുടങ്ങുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം. വാട്ട് ഈസ് എക്സ്റ്റിങ്ഷൻ അഥവാ എന്താണ് എക്സ്റ്റിങ്ഷൻ? പച്ച മലയാളത്തിൽ നമുക്കതിനെ വംശനാശം എന്നൊക്കെ വിളിക്കാം. ഇതിന് ഒരു ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ ഇറ്റ് റെഫേഴ്സ് ടു ദ എൻഡ് ഓഫ് എൻ ഓർഗാനിസം ഓർ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ഓഫ് എ പർട്ടിക്കുലർ സ്പീഷീസ്. എന്ന് വെച്ചാൽ ഒരു സ്പീഷീസിൽപ്പെട്ട എല്ലാ ഓർഗാനിസമും ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ ഈ ഭൂമുഖത്തു നിന്ന് തന്നെ ഇല്ലാതാകുന്നു. അതിനെയാണ് നമ്മൾ എക്സ്റ്റിങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ബാക്ക് ടു ദി ടോപ്പിക്. സോ ദ സ്പീഷീസ് എക്സ്റ്റിങ്ഷൻ ഇസ് ലൈക്ക് ആൻ ഇറിവേഴ്സിബിൾ എക്സ്റ്റർമിനേഷൻ. വേറെ ഒരു തരത്തിലുള്ള ഗ്രൂപ്പ് ഓഫ് സ്പീഷീസ് ഉണ്ട്. അവര് അവരുടെ നാച്ചുറൽ ഹോംസിൽ, അതായത് വൈൽഡ് ലൈഫിൽ എക്സ്റ്റെൻഡ് ആയി പോയിട്ടുണ്ടാകും. അവരെ നമുക്ക് സൂവിലൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഈ സ്പീഷീസ് എക്സ്റ്റിങ്ഷൻ 3 തരത്തിലുണ്ട്. മെയിൻലി നാച്ചുറൽ എക്സ്റ്റിങ്ഷൻ, മാസ് എക്സ്റ്റിങ്ഷൻ ആൻഡ് ആന്ത്രോപോജനിക് എക്സ്റ്റിങ്ഷൻ. ആദ്യത്തേത് നാച്ചുറൽ എക്സ്റ്റിങ്ഷൻ. ഇറ്റ്സ് എ നോർമൽ ബയോളജിക്കൽ ഫിനോമിനൻ ഓഫ് സ്പോണ്ടേനിയസ് എലിമിനേഷൻ ഓഫ് സ്പീഷീസ് ബൈ നേച്ചർ. വേറൊന്നുമല്ല, മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥയെ തരണം ചെയ്യാൻ കഴിയാത്തവരെയും അതിന് അൺഫിറ്റ് ആയവരെയും പ്രകൃതി തന്നെ ഡിലീറ്റ് ബട്ടൺ അടിച്ച് പറഞ്ഞു വിടുന്നതിനെയാണ് നാച്ചുറൽ എക്സ്റ്റിങ്ഷൻ എന്ന് പറയുന്നത്. അതായത് പ്രകൃതി ആ സ്പീഷീസിനെ എലിമിനേറ്റ് ചെയ്ത് കളയുന്നു. ഇങ്ങനെ എക്സ്റ്റെൻഡ് ആയ സ്പീഷീസിന് ഒരു തിരിച്ചുവരവില്ല. ദേ വിൽ വാനിഷ് ഫോർ എവർ. ഇറ്റ്സ് എ വെരി സ്മോൾ പ്രോസസ്. പോപ്പുലേഷനെ റാൻഡമായ എൻവയൺമെന്റൽ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇത് നടക്കുന്നത്. അതായത് പോപ്പുലേഷൻ വളരെ കുറവുള്ള സ്പീഷീസ് ഈ എക്സ്റ്റിങ്ഷനിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. ആൻഡ് ദ മെയിൻ കോസസ് ഫോർ നാച്ചുറൽ എക്സ്റ്റിങ്ഷൻസ് ആർ 4 മേജർ കാറ്റഗറീസ്. ഫസ്റ്റ് വൺ, പോപ്പുലേഷൻ റിസ്ക്. രണ്ടാമത്തത് എൻവയൺമെന്റൽ റിസ്ക്. തേർഡ് വൺ, ജനറ്റിക് റിസ്ക്. ആൻഡ് ഫൈനലി നാച്ചുറൽ കാറ്റാസ്ട്രോഫ്സ്. ഇത് പോപ്പുലേഷൻ റിസ്ക്. പോപ്പുലേഷൻ കുറവുള്ള സ്പീഷീസ് എക്സ്റ്റെൻഡ് ആവുന്നതിനെയാണ് പോപ്പുലേഷൻ റിസ്ക് എന്ന് നമ്മളിവിടെ നിന്ന് പറയുന്നത്. രണ്ടാമത്തത് എൻവയോൺമെന്റൽ റിസ്ക്. ഇത് നാച്ചുറൽ വേരിയേഷൻസിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. നാച്ചുറലിൽ വരുന്ന വേരിയേഷൻസ് ഐസൊലേറ്റഡും റെയറുമായ സ്പീഷീസ് എക്സ്റ്റെൻഡ് ആയി പോകാൻ കാരണമാകുന്നു. മൂന്നാമത്തത് ജനറ്റിക് റിസ്ക്. അൺഫേവറബിൾ ആയ മ്യൂട്ടേഷനും ജനറ്റിക് ഡ്രിഫ്റ്റും ഇവയെല്ലാം മൂലം ഒരു ചെറിയ പോപ്പുലേഷൻ ഓഫ് സ്പീഷീസിൽ ഉണ്ടാക്കുന്ന ഹാംഫുൾ ജനറ്റിക് വേരിയേഷൻസ് അവരുടെ സർവൈവൽ വാല്യൂവിനെ അഡ്വേഴ്സ്ലി അഫക്റ്റ് ചെയ്യുന്നു. ദിസ് കോസ് ദ സ്പീഷീസ് വൾണറബിൾ ടു എക്സ്റ്റിങ്ഷൻ ബിക്കോസ് ഓഫ് ദിയർ ലെസ് പോപ്പുലേഷൻ. ഫോർത്ത് ആൻഡ് ലാസ്റ്റ് വൺ, നാച്ചുറൽ കാറ്റാസ്ട്രോഫ്സ്. അതായത് പ്രകൃതി ദുരന്തങ്ങൾ, ഫ്ലഡ്, വൈൽഡ് ഫയർസ്, സ്റ്റോംസ്, എർത്ത്. This all cause the local extinction of the most forms of life. കാട്ടിലെ കുറേ ജീവികളുടെ സ്പീഷീസിൻ്റെ എക്സ്റ്റിങ്ഷന് ഇതൊരു വലിയ കാരണം തന്നെയാണ്. ഇത് മാസ് എക്സ്റ്റിങ്ഷൻ. കുറേ മില്യൺസ് ഓഫ് ഇയേഴ്സിൻ്റെ സക്സസ്ഫുള്ളും വൈഡ് സ്പ്രെഡുമായ എക്സിസ്റ്റൻസിന് ശേഷം കുറേ പ്രൊമിനൻ്റ് ആയ സ്പീഷീസിൻ്റെ ഈ എക്സ്റ്റിങ്ഷനെയാണ് മാസ് എക്സ്റ്റിങ്ഷൻ എന്ന് പറയുന്നത്. അതിന് കാരണം ആ കാലത്തുണ്ടായ കുറേ ഭൂമിശാസ്ത്രപരമായ ദുരന്തങ്ങളായിരുന്നു. ലോകത്ത് ഇതുവരെ പ്രധാനമായും 6 മാസ് എക്സ്റ്റിങ്ഷൻസ് ആണ് നടന്നിട്ടുള്ളത്. കാംബ്രിയൻ, ഓർഡോവിഷ്യൻ, ഡെവോണിയൻ, പെർമിയൻ, ട്രയാസിക് ആൻഡ് ക്രിട്ടോഷ്യസ് ഈ കാലഘട്ടങ്ങളിലാണ് ഈ എക്സ്റ്റിങ്ഷൻസ് നടന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു സ്മോൾ ഡയഗ്രം ഞാനിവിടെ തന്നു കൊടുത്തിട്ടുണ്ട്. ദി തേർഡ് ആൻഡ് ദ ഫൈനൽ വൺ, ആന്ത്രോപോജനിക് എക്സ്റ്റിങ്ഷൻ. ഹ്യൂമൻ ആക്ടിവിറ്റീസ് മൂലം ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ നടക്കുന്ന സ്പീഷീസിൻ്റെ എക്സ്റ്റിങ്ഷനെയാണ് ആന്ത്രോപോജനിക് എക്സ്റ്റിങ്ഷൻ എന്ന് പറയുന്നത്. It may result in the drastic depletion of biodiversity and its unbalance the nature. ഇത് ഇങ്ങനെ ഉണ്ടാകുന്ന എക്സ്റ്റിങ്ഷൻസ് ബയോഡൈവേഴ്സിറ്റിയിൽ വലിയൊരു കുറവും നാച്ചുറൽ അൺബാലൻസ് ചെയ്യുകയും ചെയ്യുന്നു. ഏകദേശം 20,000 വർഷങ്ങൾക്ക് മുൻപ് പ്ലീസ്റ്റോസീൻ കാലഘട്ടത്തിൽ യുറേഷ്യയിലെയും നോർത്ത് ആൻഡ് സൗത്ത് അമേരിക്കയിലെയും സെവറൽ സ്പീഷീസ് ഓഫ് മാമൽസിൻ്റെ എക്സ്റ്റർമിനേഷന് സ്റ്റോൺ ഏജ് ഹണ്ടേഴ്സാണ് കാരണക്കാർ എന്ന് വിശ്വസിക്കുന്നു. അവർ ഹണ്ട് ചെയ്തതിൽ ഒരു പ്രധാന സാധനമായിരുന്നു വൂളി മാമൽസ്. അതിൻ്റെ ഫോട്ടോ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ആന്ത്രോപോജനിക് എക്സ്റ്റിങ്ഷൻ, അതായത് ഹ്യൂമൻ ആക്ടിവിറ്റീസ് മൂലമുണ്ടായ എക്സ്റ്റിങ്ഷൻ്റെ റേറ്റ് പഴയതിനേക്കാളും 1000 മുതൽ 10,000 മടങ്ങ് ഇരട്ടിയാണ്. അടുത്തത് കോസസ് ഓഫ് ആന്ത്രോപോജനിക് സ്പീഷീസ് എക്സ്റ്റിങ്ഷൻ. ആന്ത്രോപോജിക് സ്പീഷീസ് എക്സ്റ്റിങ്ഷൻ്റെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് ഡീഗ്രഡേഷൻ, റിഡക്ഷൻ ആൻഡ് ലോസ് ഓഫ് ഹാബിറ്ററ്റ്സ്, captivation, poisoning, and hunting of wild animals, introduction of exotic species, over-exploitation of biotic resources by man, environmental pollution and diseases and natural catastrophes and calamities.
ഇവിടെ പറയുന്നത് വൈൽഡ് ആനിമൽസിന് ജീവിക്കാനുള്ളതായ അവരുടെ വാസസ്ഥലങ്ങളിലുണ്ടായ കുറവും, വൈൽഡ് ആനിമൽസിൻ്റെ ഹണ്ടിങ്ങും, പുറത്തുനിന്നുള്ള എക്സോട്ടിക് സ്പീഷീസിൻ്റെ ഇൻട്രൊഡക്ഷനും, പിന്നെ മനുഷ്യൻ്റെ ബയോട്ടിക് റിസോഴ്സിൽ ഉണ്ടായ ഓവർ എക്സ്പ്ലോയിറ്റേഷനും, എൻവയൺമെൻറ്റൽ പൊല്യൂഷനും, പ്രകൃതി ദുരന്തങ്ങളും രോഗങ്ങളും ഒക്കെ ഈ ആന്ത്രോപോജൻ സ്പീഷീസ് എക്സ്റ്റിങ്ഷൻ്റെ പ്രധാന കാരണങ്ങളാണ്. The extinction of Indian cheetah or hunting leopard, the Mauritian bird dodo, and the passenger pigeon of Northern America was a result of hunting and merciless massacre. മനുഷ്യൻ്റെ വൈൽഡ് ആനിമൽസിൻ്റെ നടത്തിയ ഹണ്ടിങ്ങിൽ കുറേ എക്സ്റ്റിങ്ക്റ്റായ സ്പീഷീസിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ പ്രധാനമായി പറയുന്നത് ഇന്ത്യൻ ചീറ്റ, മൗറീഷ്യൻ ബേർഡ് ഡോഡോ ആൻഡ് പാസഞ്ചർ പീജിയൻ. പിന്നെ പുറത്തുനിന്നുള്ള സ്പീഷീസിൻ്റെ ഇൻട്രൊഡക്ഷൻ, അത് പ്രിഡേഷനും ഹാബിറ്റാറ്റ് ഡിഗ്രഡേഷനും കോമ്പറ്റീഷനും ഒക്കെ കാരണമായി തീർന്നു. ഇതും അവിടുത്തെ നേറ്റീവായ സ്പീഷീസിൻ്റെ സർവൈവലിനെ അഡ്വേഴ്സ്ലി അഫക്റ്റ് ചെയ്യുകയും അവയെല്ലാം എക്സ്റ്റർമിനേഷന് വിധേയമായി പോവുകയും ചെയ്തു. പിന്നെ മനുഷ്യകുലത്തിൻ്റെ ബയോട്ടിക് റിസോഴ്സിലെ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായും ആന്ത്രോപോജനിക് സ്പീഷീസ് എക്സ്റ്റിങ്ഷൻ്റെ കാരണങ്ങളെ ഇവിടെ പറയുന്നത്. നെക്സ്റ്റ്, സസെപ്റ്റബിലിറ്റി ടു എക്സ്റ്റിങ്ഷൻ. സ്പീഷീസുകൾ എക്സ്റ്റിങ്ഷന് സസെപ്റ്റബിൾ ആയിരിക്കും, എന്ന് വെച്ചാൽ അവർ എക്സ്റ്റിങ്ഷന് സാധ്യത കൂടുതലുള്ളവരായിരിക്കും. അതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ലാർജ് സൈസ്ഡ് ബോഡി, എക്സാമ്പിൾ എലിഫന്റ്, റൈനോ, ലയൺ. ദെൻ സ്മോൾ പോപ്പുലേഷൻ സൈസ് ആൻഡ് ലോ നാറ്റാലിറ്റി, അവരുടെ ജനസംഖ്യയുടെ കുറവും ലോ നാറ്റാലിറ്റി. എക്സാമ്പിൾ ബ്ലൂ വെയിൽ, ജയന്റ് പാൻഡ. ഫീഡിംഗ് അറ്റ് ഹൈ ട്രോഫിക് ലെവൽസ്, എക്സാമ്പിൾ ബംഗാളി ടൈഗർ, ബാൽഡ് ഈഗിൾ. ഫോർത്ത് വൺ, പെർമനൻറ്റ് ഹാബിറ്ററ്റ് ആൻഡ് ഫിക്സ്ഡ് മൈഗ്രേറ്ററി റൂട്ട്സ്. ഇവർ താമസിക്കുന്നത് ഒരേ വാസസ്ഥലങ്ങളിൽ മാത്രമായിരിക്കും, മാറി താമസിക്കുന്ന രീതി ഇവർക്കില്ല. എക്സാമ്പിൾ ആണ് ബ്ലൂ വെയിൽ, വൂപ്പിംഗ് ക്രെയിൻ. ഓക്കെ, നെക്സ്റ്റ് വൺ, തിൻ ആൻഡ് ലോക്കലൈസ്ഡ് ഡിസ്ട്രിബ്യൂഷൻ, എക്സാമ്പിൾ വുഡ്ലാൻഡ് കെറിബോ ആൻഡ്. നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് ഇവിടെ കഴിഞ്ഞു. നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. ദ കൺസെപ്റ്റ് ഓഫ് ത്രെട്ടേൺഡ് സ്പീഷീസ്. ശരിയായ രീതിയിൽ സംരക്ഷിച്ചില്ലെങ്കിൽ മുഴുവനായും ഉന്മൂലനം സംഭവിച്ചേക്കാവുന്ന കുറഞ്ഞു വരുന്ന സ്പീഷീസുകളെയാണ് ത്രെട്ടേൺഡ് സ്പീഷീസ് എന്ന് പറയുന്നത്. അതായത് അവ എപ്പോൾ വേണമെങ്കിലും എക്സ്റ്റെൻഡ് ആയി പോകാം. കുറച്ചുകൂടി സിമ്പിളായി പറഞ്ഞാൽ ഇനി വരുന്ന കാലങ്ങളിൽ എക്സ്റ്റെൻഡ് ആയേക്കാവുന്ന സ്പീഷീസുകളാണ് ഇവ. ആനിമൽ സ്പീഷീസിനെ ത്രെട്ടേൺഡ് ആണോ എന്ന് കണക്കാക്കുന്നത് 4 പാരാമീറ്റേഴ്സിൻ്റെ ബേസിലാണ്. അതിൽ ഒന്നാമത്തേത് റേഞ്ച് ഓഫ് പാസ്റ്റ് ആൻഡ് പ്രസന്റ് ഡിസ്ട്രിബ്യൂഷൻ, പഴയ കാലത്തെയും ഇപ്പോഴത്തെയും ഡിസ്ട്രിബ്യൂഷൻ്റെ റേഞ്ച്. 2, ഡിക്ലൈൻ ഇൻ ദ നമ്പർ ഓഫ് പോപ്പുലേഷൻസ് ഓർ ഇൻഡിവിജ്വൽസ് ഇൻ കോഴ്സ് ഓഫ് ടൈം, കാലക്രമേണ പോപ്പുലേഷനിൽ വന്ന കുറവ്. 3, എക്സ്റ്റെന്റ് ആൻഡ് ക്വാളിറ്റി ഓഫ് നാച്ചുറൽ ഹാബിറ്ററ്റ്സ്, ഈ സ്പീഷീസുകൾ വസിക്കുന്ന പ്രകൃതി വാസസ്ഥലങ്ങളിൽ വന്ന കുറവും അവയുടെ ക്വാളിറ്റിയിൽ വന്ന കുറവും. 4, ബയോളജി ആൻഡ് ദ പൊട്ടൻഷ്യൽ സർവൈവൽ വാല്യൂ ഓഫ് സ്പീഷീസ്, സ്പീഷീസിന്റെ പൊട്ടൻഷ്യൽ സർവൈവൽ വാല്യൂയിൽ വന്ന കുറവും. സർവൈവൽ ചെയ്യാനുള്ള സാധ്യതയുടെ അളവനുസരിച്ച് IUCN, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സിന്റെ സ്പീഷീസ് സർവൈവൽ കമ്മീഷൻ SSC ത്രെട്ടേൺഡ് സ്പീഷീസിനെ 5 കാറ്റഗറിയായി തിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ് ആ 5 കാറ്റഗറി എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ക്രിട്ടിക്കൽ സ്പീഷീസ്, എൻഡേഞ്ചർഡ് സ്പീഷീസ്, വൾനറബിൾ സ്പീഷീസ്, റെയർ സ്പീഷീസ് ആൻഡ് ഫൈനലി ഇൻഡിറ്റർമൈൻഡ് സ്പീഷീസ്. ആദ്യത്തേത് ക്രിട്ടിക്കൽ സ്പീഷീസ്, സി സ്പീഷീസ്. എക്സ്ട്രീംലി ഹൈ റിസ്കിൽ ഉൾപ്പെടുന്ന സ്പീഷീസാണിവ. എപ്പോൾ വേണേലും ഇതിൻ്റെ എക്സ്റ്റിങ്ഷൻ സംഭവിക്കാം. ജവാൻ റൈനോ, ഐവറി ബെൽറ്റ് വൂഡ്പെക്കർ ഒക്കെ ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ്. രണ്ടാമത്തേത് എൻഡേഞ്ചർഡ് സ്പീഷീസ് അഥവാ ഈ സ്പീഷീസ്. ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രൊട്ടക്ഷൻ കൊടുത്തില്ലെങ്കിൽ നിയർ ഫ്യൂച്ചറിൽ വരും കാലങ്ങളിൽ എക്സ്റ്റിങ്ഷൻ സംഭവിച്ചേക്കാവുന്ന സ്പീഷീസുകളാണ് ഇവ. ഇവരുടെ പോപ്പുലേഷൻ സൈസും ഇപ്പോൾ ഉള്ള മെമ്പേഴ്സിൻ്റെ നമ്പർ, എക്സിസ്റ്റിംഗ് മെമ്പേഴ്സിൻ്റെ നമ്പർ എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ലെവലിലും താഴെയാണ്. ഇവരുടെ പോപ്പുലേഷൻ സൈസിന് എക്സ്റ്റെൻഡ് ആവാനുള്ള കാരണങ്ങൾക്കും കാരണമായ നെഗറ്റീവ് ഫാക്ടേഴ്സ് ഇനിയും തുടർന്നു കൊണ്ടിരുന്നാൽ ഇവ എത്രയും പെട്ടെന്ന് തന്നെ എക്സ്റ്റെൻഡ് ആയി പോയേക്കാവുന്നതാണ്. ഇതിന് എക്സാമ്പിൾസ് ആണ് ഇന്ത്യൻ റൈനോ, ഏഷ്യാറ്റിക് ലയൺ, സ്നോ ലെപ്പർഡ്, ലയൺ ടെയിൽ മക്കാക്കു ഓഫ് കേരള അഥവാ സിംഹവാലൻ കുരങ്ങ്, വൈൽഡ് ആസ് ഓഫ് ദി റാൻ ഓഫ് കുച്ച് എക്സെട്ര, എൻഡേഞ്ചർഡ് ഇന്ത്യൻ ആനിമൽസ്. തേർഡ് വൺ, വൾനറബിൾ സ്പീഷീസ് അഥവാ വി സ്പീഷീസ്. ഇതിൻ്റെ ഡിപ്ലീഷന് കാരണമാകുന്ന നെഗറ്റീവ് ഫാക്ടേഴ്സ് ഇനിയും തുടർന്നുകൊണ്ടിരുന്നാൽ വരും കാലത്ത് ഇതും എക്സ്റ്റെൻഡ് ആയി പോയേക്കും. ദ പോപ്പുലേഷൻ ഓഫ് ദി സ്പീഷീസ് ഹാവ് ബിക്കേം കൺസിഡറബിളി ഡിപ്ലീറ്റഡ് ആൻഡ് നോട്ട് പ്രോപ്പർലി പ്രൊട്ടക്റ്റഡ്. ഇതിൻ്റെ പോപ്പുലേഷൻ കുറഞ്ഞു വരികയും ഇതിനെ
ശരിയായ രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യുന്നില്ല ഇപ്പോൾ. സ്പോട്ടഡ് ഡിയർ, മസ്ക് ഡിയർ, സാംബ, black buck, Asiatic elephant, Gangetic dolphin, etc. are vulnerable species. Fourth one, rare species. The species which have only a few small populations in the world which are either confined to certain restricted survival pockets. അതായത് ലോകത്ത് തന്നെ വളരെ കുറച്ച് മാത്രം കാണപ്പെടുന്ന സ്പീഷീസുകളാണ് റെയർ സ്പീഷീസ്. അതും വളരെ ഏറെ ടൈറ്റ് സെക്യൂരിറ്റിയിലാണ് ഇതിനെ സംരക്ഷിച്ചു പോരുന്നത്. ഇവയെ എൻഡാഞ്ചേർഡ് സ്പീഷീസിലോ വൾണറബിൾ സ്പീഷീസിലോ കാണുന്നില്ല എങ്കിൽ പോലും ഇവരുടെ സർവൈവലും വളരെ റിസ്ക്കാണ് ബിക്കോസ് ഓഫ് ദർ ലെസ് പോപ്പുലേഷൻസ്. ഹിമാലയൻ ബ്രൗൺ ബിയർ, വൈൽഡ് ഏഷ്യാറ്റിക് ബഫലോ, ഡെസേർട്ട് ഫോക്സ്, ഹോൺബിൽ, ദ ഗ്രേറ്റ് ഇന്ത്യൻ വെസ്റ്റേർഡ് എക്സെട്ര ആർ റെയർ സ്പീഷീസ്. റെയർ സ്പീഷീസിനെ രണ്ടായി തിരിച്ചിരിക്കുന്നു, നെയിംലി ദോസ് വിത്ത് സ്മോൾ ജോഗ്രഫിക്കൽ റേഞ്ചസ് ആൻഡ് നാരോ ഹാബിറ്റഡ് സ്പെസിഫിസിറ്റി ആൻഡ് ദോസ് വിത്ത് വെരി ലാർജ് ജോഗ്രഫിക്കൽ റേഞ്ചസ് ആൻഡ് വൈഡ്ലി ഡിഫറെൻറ്റ് ഹാബിറ്ററ്റ്സ് ആൻഡ് ലോ പോപ്പുലേഷൻ ഡെൻസിറ്റി. ഇതിൽ ആദ്യം പറഞ്ഞ തരത്തിലുള്ള റെയർ സ്പീഷീസ്, അതായത് സ്മോൾ ജോഗ്രഫിക്കൽ റേഞ്ചസും നാരോ ഹാബിറ്റഡ് സ്പെസിഫിസിറ്റിയും ഉള്ളവർ എൻഡേഞ്ചർ സ്പീഷീസിലോ തെറ്റേണിലോ പെടുത്താവുന്നതാണ്. അവ വൈകാതെ തന്നെ എക്സ്റ്റെൻഡായി പോയേക്കാവുന്നതാണ്. എന്നാൽ രണ്ടാമത്തെ കാറ്റഗറിയിൽ പെടുന്നത് എൻഡേഞ്ചർഡ് അല്ല എങ്കിലും സൈക്കോളജിക്കലി ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു സ്പീഷീസിന്റെ റെയറിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് 3 ക്യാരക്ടറിസ്റ്റിക്സിലാണ്. അതായത് ആ സ്പീഷീസ് റെയർ സ്പീഷീസ് ആണോ എന്ന് പറയുന്നത് ഈ 3 ക്യാരക്ടറിസ്റ്റിക്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഒന്നാമത്തത് സൈസ് ഓഫ് ജോഗ്രഫിക്കൽ റേഞ്ച്, ലാർജ് ഓർ സ്മോൾ, ഹാബിറ്റഡ് സ്പെസിഫിസിറ്റി, വൈൽഡ് വേഴ്സസ് നാരോ, ലോക്കൽ പോപ്പുലേഷൻ സൈസ്, ഹൈ വേഴ്സസ് ലോ. This classification provides 8 triple combinations and makes it clear that a species does not necessarily require small local populations or high habitat specificity to become rare. ഇത് പറയുന്നത് ഈ 3 ക്യാരക്ടറിസ്റ്റിക്സും നമുക്ക് കാണിച്ചു തരുന്നത് ഒരു സ്പീഷീസിന് അത് റെയർ ആണെന്ന് പറയണമെങ്കിൽ ഇതിന് സ്മോൾ ലോക്കൽ പോപ്പുലേഷൻസോ ഹൈ ഹാബിറ്ററ്റ് സ്പെസിഫിസിറ്റിയോ വേണമെന്നില്ല. പല സ്പീഷീസിനെയും റെയറായി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിൻ്റെ എക്കോളജിക്കൽ കണ്ടീഷൻസ് മൂലമാണ്. വൈൽ മെനി ഓഫ് ആർ റെയർ ഡ്യൂ ടു ഹ്യൂമൻ ആക്ടിവിറ്റീസ്, മനുഷ്യരുടെ പ്രവൃത്തി മൂലം റെയറായി പോയവയും ഉണ്ട്. ലോ പോപ്പുലേഷൻ മൂലം ജനറ്റിക് ഡൈവേഴ്സിറ്റിയിലും ഇവർക്ക് നാച്ചുറലി സഫർ ചെയ്യപ്പെടും. ഇത് ചേഞ്ചിങ് ആയ എൻവയോൺമെൻറ്റിലുള്ള ഇവരുടെ അഡാപ്റ്റബിലിറ്റിക്ക് റെഡ്യൂസ് വരുത്തുകയും അങ്ങനെ പുതിയ അസുഖങ്ങൾ ഇവർക്ക് വരികയും ഇറ്റ് മേ ഓൾസോ സഫർ ഫ്രം ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ ബാധിക്കുകയും ചെയ്യാം. ഫോർത്ത് ആൻഡ് ദ ഫൈനൽ വൺ, ഇൻഡിറ്റർമിനേറ്റ് സ്പീഷീസ് അഥവാ ഈ സ്പീഷീസ്. ഇവർ ത്രെട്ടേണ്ട സ്പീഷീസ് ആണ്. അവരുടെ സർവൈവൽ സ്റ്റാറ്റസ് നോട്ട് ഡെഫിനറ്റ്ലി ഡിറ്റർമൈൻഡ് ആണ്. യഥാർത്ഥത്തിൽ അവരുടെ സർവൈവൽ സ്റ്റാറ്റസ് കറക്റ്റായിട്ട് കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അതിൻ്റെ സഫീഷ്യൻ്റായ ഇൻഫോർമേഷൻ്റെ കുറവ് മൂലമാണ്. അതുകൊണ്ട് തന്നെ അവ എൻഡേഞ്ചർ ആണോ വൾനറബിൾ ആണോ റെയർ ആണോ എന്നൊന്നും കൺവിൻസിംഗ്ലി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല ഇതുവരെ. ആൻഡ് ദ എക്സാമ്പിൾസ് ആർ 3-banded armadillo of Brazil, prairie dog of Mexico, Sumatran short-eared rabbit, etc. Data book and red list of IUCN. Red Data Book is a book published from Switzerland by the International Union for the Conservation of Nature and Natural Resources. പ്രകൃതിയുടെയും പ്രകൃതി വിഭവങ്ങളുടെയും സംരക്ഷണത്തിനായി ഇന്റർനാഷണൽ യൂണിയൻ സ്വിറ്റ്സർലാൻഡിൽ നിന്ന് പുറത്തിറക്കുന്ന ബുക്കാണ് റെഡ് ഡാറ്റ ബുക്ക്. റെഡ് ഡാറ്റ ബുക്കിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്ന ത്രെട്ടേൺ ഓർഗാനിസംസിന്റെ ലിസ്റ്റിന് പറയുന്ന പേരാണ് റെഡ് ലിസ്റ്റ് ഓഫ് ഓർഗാനിസംസ്. IUCN ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സിന്റെ SSC സ്പീഷ്യസ് സർവൈവൽ കമ്മീഷനാണ് 1966 ആദ്യമായി റെഡ് ഡാറ്റ ബുക്ക് പുറത്തിറക്കുന്നത്. ഈ ബുക്കിൽ പിങ്ക് കളേർഡും ഗ്രീൻ കളേർഡുമായി പേജസ് ഉൾപ്പെടുത്തിയിരിക്കുന്നു. പിങ്ക് പേജസ് കണ്ടെയ്ൻ the list of critically endangered species and green pages contain the list of the species which were formerly endangered but have now recorded and no longer threatened. അതായത് പിങ്ക് പേജസ് ഉൾപ്പെടുന്നത് ക്രിട്ടിക്കലി എൻഡേഞ്ചർഡ് ആയ, അതായത് ഇപ്പോൾ വേണമെങ്കിലും എക്സ്റ്റെൻഡായി പോയേക്കാവുന്ന വളരെ ഡേഞ്ചർ അവസ്ഥയിൽ ഇരിക്കുന്നതായ സ്പീഷീസുകളെയാണ് ആ പേജുകളിൽ കാണിക്കുന്നത്. ഗ്രീൻ പേജുകളിൽ കാണിക്കുന്നത് എൻഡേഞ്ചറായ സ്പീഷീസ് ആയിരുന്നു, അതിപ്പോൾ റിക്കവേർഡായി ഇനിയും ത്രെട്ടേൻഡ് ആവുകയും ചെയ്യില്ലാത്ത സ്പീഷീസുകളെയാണ് ഗ്രീൻ പേജസിൽ കാണിക്കുന്നത്. IUCNന്റെ റെഡ് ലിസ്റ്റിൽ ഓർഗാനിസംസിനെ 9 കാറ്റഗറീസ് ആയിട്ടാണ് ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത്. ബേസ്ഡ് ഓൺ ദി കറന്റ് പോപ്പുലേഷൻ സൈസ്, ഇപ്പോഴത്തെ പോപ്പുലേഷൻ സൈസിനെ, പേസ് ഓഫ് ഡ്വിൻഡ്ലിംഗ് ഓർ ഡിക്ലൈൻ കുറവിനെയും, റേഞ്ച് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, ഫ്രാഗ്മെന്റേഷൻ ആൻഡ് സെഗ്രിഗേഷൻ ഡിസ്ട്രിബ്യൂഷൻ എക്സെട്ര. The 9 groups are the following. First one, extinct species. The species whose members have become long extinct, living, non-living representatives anywhere. വളരെ കാലം മുമ്പ് തന്നെ എക്സ്റ്റെൻഡ് ആയപ്പോൾ സ്പീഷീസുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവയിൽ ഒന്നിൻ്റെ പോലും ലിവിങ് ആയ റെപ്രസെൻറ്റേറ്റീവ്സ് ഈ ലോകത്ത് എവിടെയും തന്നെ ഇല്ല. രണ്ടാമത്തേത് സ്പീഷീസ് എക്സ്റ്റിങ്ക്ട് ഇൻ ദ വൈൽഡ്. ലിവിങ് റെപ്രസെൻറ്റേറ്റീവ്സ് ആർ ഓൾ ടുഗദർ അബ്സെന്റ് ഇൻ ദ നാച്ചുറൽ ഹാബിറ്ററ്റ്സ്
were present in captivity in zoos, arboreta, domestication, cultivation, etc. അതായത് ഇതിനെ നാച്ചുറൽ ഹാബിറ്റാറ്റ്സിൽ കാണാൻ സാധിക്കില്ല. പകരം ഇതിനെ സൂവുകളിലും അബോർട്ട ഡൊമസ്റ്റിക്കേഷനിലും ഒക്കെ സംരക്ഷിച്ചു പോരുകയാണ് ചെയ്യുന്നത്. or are living in small areas will I would say the natural range. The third one, critically endangered species. Members are the highest risk of immediate extinction in the wild. ഇവരുടെ വാസസ്ഥലത്ത് തന്നെ വളരെ പെട്ടെന്ന് തന്നെ എക്സ്റ്റെൻഡായി പോയേക്കാവുന്ന ഹൈ റിസ്കിൽ പെടുന്ന മെമ്പേഴ്സാണ് ക്രിട്ടിക്കലി എൻഡേഞ്ചർഡ് സ്പീഷീസിൽ ഉൾപ്പെടുന്നത്. ഫോർത്ത് വൺ, എൻഡേഞ്ചർഡ് സ്പീഷീസ്. മെമ്പേഴ്സ് ആർ അറ്റ് ഹൈ റിസ്ക് ഓഫ് എക്സ്റ്റിങ്ഷൻ ഇൻ ദ വൈൽഡ് ഇൻ ദ നിയർ ഫ്യൂച്ചർ. വരും കാലങ്ങളിൽ എക്സ്റ്റെൻഡായി പോയേക്കാവുന്ന മെമ്പേഴ്സാണ് ഈ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫിഫ്ത്ത് വൺ, vulnerable species. Members are highly endangered in the wild and are at the risk of extinction in a moderately distant future. Moderately distant futureൽ എക്സ്റ്റിങ്ഷന് സംഭവിക്കാവുന്ന ഹൈലി റിസ്ക് ഉള്ള മെമ്പേഴ്സാണ് ഈ സ്പീഷീസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആൻഡ് സിക്സ്ത് വൺ, നിയർ ത്രെട്ടേൺഡ് സ്പീഷീസ്. മെമ്പേഴ്സ് ആർ ലൈക്ലി ടു ബി എൻഡേഞ്ചർഡ് ഇൻ ദ നിയർ ഫ്യൂച്ചർ. അടുത്ത കാലത്ത് തന്നെ എൻഡേഞ്ചർഡ് ആയേക്കാവുന്ന മെമ്പേഴ്സാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആൻഡ് ദ സെവൻത് വൺ, ലീസ്റ്റ് കൺസേൺ സ്പീഷീസ്. Members are at the lowest risk of endangerment and they enjoy wide and dense distribution. ഇവരാണ് എൻഡേഞ്ചർമെൻറ്റ് ഏറ്റവും ലോവസ്റ്റ് റിസ്കിലുള്ളത്. ഇവർക്ക് ഇപ്പോൾ എക്സ്റ്റിങ്ഷനെ പേടിക്കേണ്ട കാര്യമേ ഇല്ല. ഇവരിപ്പോൾ ദേ എൻജോയ് വൈഡ് ആൻഡ് ഡെൻസ് ഡിസ്ട്രിബ്യൂഷൻ. സോ ദേ ആർ ഇൻ ലീസ്റ്റ് കൺസേൺ സ്പീഷീസ്. എയ്ത്ത് വൺ, ഡാറ്റ ഡെഫിഷ്യൻറ്റ് സ്പീഷീസ്. Enough data are not available to assess the risk of endangerment. എൻഡേഞ്ചർമെൻറ്റ് റിസ്ക് കാണിക്കാൻ മാത്രം ഡാറ്റ ഇതിൽ അവൈലബിൾ അല്ല. നയൻത് വൺ, നോട്ട് ഇവാലുവേറ്റഡ് സ്പീഷീസ്. ദ റിസ്ക് ഓഫ് എൻഡേഞ്ചർമെൻറ്റ് ഹാസ് നോട്ട് ബീൻ ഇവാലുവേറ്റഡ്. ഈ സ്പീഷീസുകളിൽ എൻഡേഞ്ചർമെൻറ്റ് റിസ്ക് എന്തുമാത്രം ഉണ്ടെന്ന് ഇതുവരെ ഇവാലുവേറ്റ് ചെയ്തിട്ടില്ല. ഓഫ് ദ 9 categories of the red list, categories 3, 4th and 5th fall under the broad group threatened species. Threatened plants are included in the first 6 categories. ഈ റെഡ് ലിസ്റ്റ് കാറ്റഗറീസ് മൂന്നാമത്തേതും നാലാമത്തേതും അഞ്ചാമത്തേതിലും ത്രെട്ടേൺഡ് സ്പീഷീസിലാണ് ഉൾപ്പെടുന്നത്. ത്രെട്ടേൺഡ് പ്ലാന്റ്സ് പെടുന്നത് ആദ്യത്തെ 6 കാറ്റഗറീസിലും. IUCN ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് 2017 91,523 സ്പീഷീസിൽ നടത്തിയ നിരീക്ഷണത്തിൽ 25,823 threatened, 866 are extinct and 16 are extinct in the wild. Also 11,783 species are vulnerable, 8,455 are endangered and 5,583 are critically endangered. 2017 IUCN നടത്തിയ കുറച്ച് സ്പീഷീസിൽ നടത്തിയ നിരീക്ഷണത്തിൽ ഇത്രയും ത്രെട്ടേൺഡും എക്സ്റ്റൻറ്റുമായ സ്പീഷീസുകളെ കാണാൻ സാധിച്ചു. ജസ്റ്റ് ഒരു ഇൻഫോർമേഷന് വേണ്ടി കൊടുത്തു എന്നേ ഉള്ളൂ, നോട്ട് ജസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ സെമിനാർ ടോപ്പിക് ഇവിടെ തീരുകയാണ്. ഇനി നമുക്ക് റെഫറൻസ് കൂടെ നോക്കിയപ്പോൾ ജസ്റ്റ് റീഡ് ഇറ്റ്. ഫസ്റ്റ്, കൺസെപ്റ്റ് ഓഫ് എക്സ്റ്റിങ്ഷൻ. അതിൽ ഒന്നാമത്തെ ബുക്ക് ദ സിക്സ്ത് എക്സ്റ്റിങ്ഷൻ ബൈ എലിസബത്ത് കോൾബർട്ട്, പബ്ലിഷേഴ്സ് ഹെൻറി ഹോൾട്ട് ആൻഡ് കമ്പനി, ഇയർ ഓഫ് പബ്ലിഷൻ 2014. Second book, The Song of the Dodo by David Quammen, publishes Simon & Schuster, year of publication 1996. Second topic, concept of threatened species. First book, Saving Endangered Species by Robert W. Schumacher, publishes Johns Hopkins University Press Books, year of publication 2020. Second book, Q by Ed King, publishes Welbeck Publishing Group Limited, year of publication 2020. അപ്പോൾ എൻ്റെ സെമിനാർ ഇവിടെ പൂർണ്ണമായും തീരുകയാണ്. എല്ലാവർക്കും കുഴപ്പമില്ലാതെ മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ടുള്ളവർ ചോദിക്കുക. സോ എൻ്റെ സെമിനാർ കണ്ട എല്ലാവർക്കും, കണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, എന്നാലും എല്ലാവർക്കും നന്ദി, നമസ്കാരം.